സൗദി അറേബ്യയിൽ എണ്ണക്കമ്പനിയിൽ ജോലി ചെയ്യവേ മരിച്ച എറണാകുളം കുമ്പളങ്ങി സ്വദേശി ജിജാംസിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയാതെ കുടുംബം ബുദ്ധിമുട്ടുന്നു. മരണം സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും കമ്പനിയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്തതുകൊണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കാൻ വൈകുന്നുവെന്നാണ് പരാതി. ജനപ്രതിനിധികളും സർക്കാരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ഭാര്യ രശ്മി 24 ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിലെ അരാംകോ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എറണാകുളം കുമ്പളങ്ങി സ്വദേശി ജിജാൻസ്. ആ സമയത്ത് ജോലിക്കിടയിലുണ്ടായ ഒരു ദുരന്തത്തിൽ മരിക്കുകയായിരുന്നു ജിജാൻസ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ഇന്നിപ്പോൾ ഒരാഴ്ചയായി. മൃതദേഹം ഇപ്പോഴും നാട്ടിലെത്തിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളൊക്കെ ഇടപെടുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരാഴ്ചയായിട്ട് മൃതദേഹം നാട്ടിലെത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. അത് വലിയ രീതിയിലുള്ള വിഷമം ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭാര്യ രശ്മി ഇപ്പം 24-നോടൊപ്പം ചേരുകയാണ്. എന്തായാലും അറിയാം, സംഭവിച്ചതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ അവിടെ ലഭിച്ചിരുന്നു? അവർ പറയുന്നത്, നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അറാംകോയുടെ സൈഡിൽ നിന്ന് എന്തോ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കിട്ടണം, അതിന് ശേഷം മാത്രമേ നമുക്കത് റിലീസ് ചെയ്ത് കിട്ടൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി നമ്മുടെ പേപ്പർ ഇവിടുന്ന് ചെയ്യാനുള്ളതും അവിടുന്ന് കമ്പനിയുടെ സൈഡിലുള്ള പേപ്പറൊക്കെ ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറെന്തോ കൂടെ ഉണ്ടായിരുന്ന നൈജീരിയക്കാരെ എംബസി ത്രൂ അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണൊരു ഡിലേ എന്നാണ് പറയുന്നത്. എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്നൊന്ന് വിശദീകരിക്കാമോ? കഴിയുമെങ്കിൽ മാത്രം. വ്യാഴാഴ്ച വരെ എന്നെ വിളിച്ചിട്ടുണ്ട്, 11:30 വരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ഡ്യൂട്ടിയാണ്. അതിനുശേഷം ആൾ നേരത്തെ വെൽ സർവീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ടെസ്റ്റിങ്ങിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓയിലിൻ്റെ എന്തോ ഫീൽഡിലായിരുന്നു ഏട്ടൻ. ആ സമയത്ത് അവർ ഫയർ ചെയ്ത എന്തോ സമയത്ത് ഇത് പെട്ടെന്ന് കെട്ടുപോയിട്ട് അതെന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സൂപ്പർവൈസറും ബാക്കിയുള്ള 4 പേരും കൂടി പോയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ഫയർ വന്നതാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാഴ്ചയായി, കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്. ഇപ്പോൾ ഒരാഴ്ച എനിക്കൊന്ന് കൊണ്ടുവന്ന് കാണാൻ എത്രയും പെട്ടെന്ന് പറ്റണം. ഒരാഴ്ചയായി മരണം സംഭവിച്ചിട്ട് മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം, ഒരു നോക്ക് കാണണം എന്ന് മാത്രമാണ് രശ്മി ഇപ്പോൾ 24-നോട് പറയുന്നത്. കൊച്ചിയിൽ നിന്നും വിനോദിനൊപ്പം YS അഭിനന്ദ്, 24. രശ്മിയുടെ വിഷമം നമുക്ക് മനസ്സിലാകും. എന്തായാലും ഈ രശ്മിയുടെ കാര്യത്തിൽ 24-ൻ്റെ ഇടപെടൽ ഉണ്ടാകും. സൗദി അറേബ്യയിലെ 24-ൻ്റെ ചെയർമാൻ ശ്രീ ആരെങ്കിൽ മുഹമ്മദ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുകയും ഈ കാര്യത്തിൽ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം അടിയന്തരമായി ചെയ്യുകയും ചെയ്യും. രശ്മി കാത്തിരിക്കുക.